നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. മാതാവ് ജിനു വിദേശത്ത് കുടുങ്ങിയതിനാലാണ് ചടങ്ങുകൾ നീളുന്നത്. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു. അരി വിപണിയിലേക്ക് പഴകിയ അരി ഒഴുകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നത് പുതിയ ബ്രാൻഡിൽ. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പരിശോധനയ്ക്ക് ഭക്ഷ്യവകുപ്പ്. പൂട്ടില്ലാത്ത ശുചിമുറിക്ക് കുറ്റിയും കൊളുത്തുമായി യൂത്ത് കോൺഗ്രസ്. ചെരുപ്പിന്റെ വള്ളി പൂട്ടാക്കിയ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധം. കുറ്റിയും കൊളുത്തും സൂപ്രണ്ടിന് നൽകിയാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. ഡെപ്യൂട്ടേഷൻ നിയമനത്തെ ചൊല്ലി മിൽമയും സർക്കാരും തമ്മിൽ തർക്കം. ഭരണസമിതി ആവശ്യപ്പെടാതെയുള്ള നിയമനമെന്ന മിൽമ. സർക്കാരിന് കത്ത് നൽകി. നിയമനം ക്ഷീരവകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന് പൊതുഭരണ വകുപ്പ്. വൈറ്റിലയിലെ കുരുക്കഴിക്കാൻ ഗതാഗത വകുപ്പ്. പരിഷ്കരണം ഫലപ്രദമല്ലെന്ന ആക്ഷേപം പരിഹരിക്കുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി നോക്കാം. ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 17 വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് മാതാവ് ജിനു വിദേശത്ത് കുടുങ്ങിയതാണ് വിനയായത്. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിലിൽ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് ഷാനറ്റ് ഷൈജുവും സുഹൃത്ത് അലനും മരിച്ചത്. ഇതിൽ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരമാണ് വിദേശത്തുള്ള മാതാവ് എത്താത്തതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. കുവൈറ്റിൽ ഹോം നഴ്സായി ജോലിക്ക് പോയ ഷാനറ്റിന്റെ മാതാവ് ജിനു ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്നാണ് വിദേശത്ത് കുടുങ്ങിയത്. ജിനുവിനെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ജിനുവിന് എന്ന് നാട്ടിലേക്ക് വരാനാകുമെന്നതിൽ വ്യക്തതയായിട്ടില്ല. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് ജിനു ലൂയിസ് എന്ന ഷാനറ്റ് അമ്മയ്ക്ക് നാട്ടിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അവരുടെ ജോലി സംബന്ധമായ ചില സങ്കീർണമായ പ്രശ്നങ്ങൾ നിമിത്തം അവരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഡീപ്പോർട്ടേഷൻ സെന്ററിൽ എത്തിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ജിനു ജയിലിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേൽ ഇറാൻ യുദ്ധവും ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതും ജിനുവിന്റെ മടങ്ങിവരവിനെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് കുവൈറ്റിലുള്ള മലയാളി അസോസിയേഷൻ പ്രവർത്തകർ പറയുന്നത്. ജിനുവിനെ മകന്റെ മൃതദേഹം കാണിച്ച ശേഷം സംസ്കാരം നടത്തണമെന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിനുവിനെ നാട്ടിലെത്തിക്കാൻ ഉതകുന്ന സഹായങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 ഇടുക്കി. കോട്ടയ്ക്കൽ എടരിക്കോട് വെള്ളക്കെട്ടിൽ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരൻ മരിച്ചു. രണ്ടത്താണി ചെറുശോല സ്വദേശി ത്വാഹ മുഹമ്മദാണ് മരിച്ചത്. ജൂൺ 10-ാം തീയതിയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഭാഗത്തെ വെള്ളക്കെട്ടിലേക്ക് കാർ തലകീഴായി മറിയുകയായിരുന്നു. പ്രവർത്തികൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകട കാരണം. ഇവിടെ സൂചനാപായ ബോർഡുകളൊന്നും തന്നെ സ്ഥാപിച്ചിരുന്നില്ല. ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചത്. ഗുരുതരമായി പരുക്കേറ്റ കുട്ടിയെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പൂട്ടില്ലാത്ത ശുചിമുറിക്ക് കുറ്റിയും കൊളുത്തുമായി യൂത്ത് കോൺഗ്രസ്. ചെരുപ്പിന്റെ വള്ളി പൂട്ടാക്കിയ കായംകുളം താലൂക്ക് ആശുപത്രി ശൌചാലയത്തിന് കുറ്റിയും കൊളുത്തുമായാണ് പ്രതിഷേധക്കാർ എത്തിയത്. അത്യാഹിത വിഭാഗത്തിലെ ശുചിമുറിയിൽ ചെരുപ്പിന്റെ വള്ളി പൂട്ടാക്കുന്നത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കുറ്റിയും കൊളുത്തും സൂപ്രണ്ടിന് നൽകിയാണ് പ്രതിഷേധിച്ചത്. കൊല്ലം കുമ്മിളിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മധുര തോട്ടുമുക്ക് സ്വദേശി അഭിജിത്താണ് മരിച്ചത്. കുമ്മിൾ ക്ഷേത്രകുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയതായിരുന്നു. കടയ്ക്കൽ ഫയർഫോഴ്സ് അഭിജിത്തിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അഭിജിത്ത് +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പഴകിയ അരി വൃത്തിയാക്കി പുതിയ ബ്രാൻഡിൽ വിൽപ്പന നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. തിരുവനന്തപുരം പാലോട് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലായിരുന്നു നിലവാരം കുറഞ്ഞ അരി പാക്കറ്റുകളാക്കി വിൽപ്പനയ്ക്ക് ശ്രമിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുഴുവരിച്ച അരിയാണെന്നാണ് ആരോപണം.
മൊത്തം ചീത്ത അരിയാണ് കേട്ടോ. ചീത്ത അരി ഫുള്ള് പുതിയ ചാക്കിൽ നിറച്ച് വിൽക്കാനുള്ള പരിപാടി. സവാള ഗോഡൌണായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ വന്ന ലോറി ഇന്നലെ രാത്രി തടഞ്ഞു പരിശോധിച്ചപ്പോഴായിരുന്നു പഴകിയ അരി കണ്ടെടുത്തത്. സമീപത്തായി ആപ്പിൾ എന്നെഴുതിയ പാക്കറ്റുകളും ഉണ്ടായിരുന്നു. നിലവാരം കുറഞ്ഞ അരി പുതിയ ബ്രാൻഡിലാക്കി വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇതിനു പിന്നിലെന്ന ആരോപണമുണ്ട്. ഒരു മാസത്തിലേറെയായി ഇവിടെ സവാള പാക്കിംഗ് എന്ന് പറഞ്ഞ പേരിലാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത്. രാത്രിയാണ് വാഹനങ്ങളെല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, രാത്രിയാണ് ലോഡ് വരുന്നത്. അപ്പം അങ്ങനെ സംശയം തോന്നി നാട്ടുകാർ പരിശോധിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഒരു വാഹനം ഇവിടെ കടന്നു വരുന്നത് ശ്രദ്ധയപ്പെട്ടത്. അവിടെ നോക്കുമ്പോൾ ഇവിടെ സവാളയല്ല, പോലീസിനെയും കൂടെ വിളിച്ചു വരുത്തി ഇത് പരിശോധിക്കുമ്പോൾ സവാളയില്ല, ഇവിടെ അരിയാണ്. അരി എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉഴുവരിച്ച അരി ഇവിടെ കൊണ്ടുവരികയാണ്. തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള ഒരു കടയുടെ വാഹനവും സംഭവ സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വില കുറഞ്ഞ അരി ഇത്തരത്തിൽ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് സൂചന. സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. രണ്ടുദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ നിയമനത്തെ ചൊല്ലി മിൽമയും സർക്കാരും തമ്മിൽ തർക്കം. ഭരണസമിതി ആവശ്യപ്പെടാതെയുള്ള നിയമനമെന്ന് ചൂണ്ടിക്കാട്ടി മിൽമ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ ക്ഷീരവകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നിയമനമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ മറുപടി. ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് ചുമതല ഏറ്റെടുക്കാനായിട്ടില്ല. മിൽമയിൽ HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ സീനിയർ മാനേജറായി S രഘുവരന്റെയും മാനേജറായി B ജൻഷറിന്റെയും നിയമനമാണ് തർക്കത്തിലായത്. ഈ മാസം 10-നാണ് പൊതുഭരണ വകുപ്പ് ഇവരുടെ നിയമന ഉത്തരവ് പുറത്തിറക്കിയത്. ഇതിനെ എതിർത്ത് അടുത്ത ദിവസം തന്നെ മിൽമ മാനേജിംഗ് ഡയറക്ടർ K ആസിഫ് യൂസഫ് പൊതുഭരണ വകുപ്പിന് കത്ത് നൽകി. ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടല്ല നിയമനം. ഭരണപരമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം മിൽമ ഭരണസമിതിക്കാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. വാദം സാധൂകരിക്കുന്നതിന് മിൽമ ബൈലോയിലെ വ്യവസ്ഥകളും കത്തിൽ ഉദ്ധരിച്ചു. ഇന്നലെ കത്തിന് മറുപടി നൽകിയ പൊതുഭരണ വകുപ്പ് നിയമന ഉത്തരവിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നിയമനം. അതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നുമാണ് പൊതുഭരണ വകുപ്പിന്റെ മറുപടി. സർക്കാർ മിൽമ ഭിന്നത രൂക്ഷമായതോടെ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ മിൽമയിൽ ചുമതലയേൽക്കാനായിട്ടില്ല. ഉദ്യോഗസ്ഥരെ ചുമതലയേൽക്കാൻ അനുവദിക്കണമെന്നും അതിനുള്ള നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുഭരണ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കാര്യവട്ടത്ത് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് അടുക്കളയ്ക്ക് തീപിടിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത്. പാചകം ചെയ്യുന്നതിനിടെ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട വിദ്യാർത്ഥിനികൾ പുറത്തിറങ്ങി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടുകൂടിയാണ് ആളപായമില്ലാതെ രക്ഷപ്പെട്ടത്. കഴക്കൂട്ടത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. താഴെ ഇറങ്ങിയിട്ട് വലത്തോട്ട് വരാൻ പറയും. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2021 പുരസ്കാരത്തിന് KG പരമേശ്വരൻ നായരും 2022 പുരസ്കാരത്തിന് ഏഴാച്ചേരി രാമചന്ദ്രനും 2023 പുരസ്കാരത്തിന് N അശോകനും അർഹരായി. ജൂൺ 26 വൈകിട്ട് 5:30 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരള ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന് പാപ്പനംകോട് വ്യവസായ എസ്റ്റേറ്റിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് തറക്കല്ലിട്ടു. വ്യവസായ എസ്റ്റേറ്റുകളിൽ പൊതുവായ ഫെസിലിറ്റേഷൻ സെന്ററുകൾ വരുന്നത് ചെറുകിട വ്യവസായികൾക്ക് ചെലവ് കുറയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള സഹായകരമാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ മുഖ്യപ്രഭാഷണവും നടത്തി. നടൻ മോഹൻലാലിന്റെയും വീട് സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്നു. ഊട്ടിയിലെ ബംഗ്ലാവാണ് ഇപ്പോൾ തുറന്നുകൊടുക്കുന്നത്. ഇവിടെ മോഹൻലാലിനും പ്രണവിനും വിസ്മയയ്ക്കും റൂമുകളുണ്ട്. ആകെ 3 ബെഡ്റൂമുകളാണ് ഇവിടെയുള്ളത്. വില്ലയിലെ ലിവിംഗ് റൂമിൽ മോഹൻലാലിന്റെ തന്നെ കാരിക്കേച്ചറുകളുമുണ്ട്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. വീട് തട്ടിയെടുത്ത അനർഹരിൽ നിന്നും പണം തിരികെ ഈടാക്കാൻ റവന്യൂ റിക്കവറി നടത്തും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടുകൂടിയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുക. ഉപ്പുതറ
പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വ്യാപക ക്രമക്കേടാണ് നടന്നത്. ഏക്കർ കണക്കിന് പട്ടയഭൂമിയുള്ളവർ 2ഉം 3ഉം വാഹനങ്ങളും വാസയോഗ്യമായ വീടുമുള്ളവർ ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുൻപ് 3 ഇരട്ടി വിലക്ക് വിറ്റവർ, അങ്ങനെ നീളുന്നു പട്ടികയിൽ ഇടം പിടിച്ചവർ. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് അനർഹർ തട്ടിപ്പ് നടത്തിയത്. സ്വന്തമായി വീടില്ലാത്ത 100 കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയത്. 1.5 ഏക്കർ സ്ഥലമുള്ളയാൾ ഡിവിഷൻ മെമ്പറായിരിക്കെ 3 സെന്റ് സ്ഥലം മാത്രമാണുള്ളതെന്ന് കാണിച്ചാണ് വീട് തട്ടിയെടുത്തത്. അനർഹമായി ലഭിച്ച വീട് നിയമം ലംഘിച്ച് വിൽപ്പന നടത്തിയവരുമുണ്ട്. ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അനുകൃതമായിട്ട് പണം കൈപ്പറ്റിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ നടപടി സ്വീകരിക്കാത്തതിൻ്റെ മൂലമാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അതുകൊണ്ട് ജില്ലാ മിഷൻ ഇത് സംബന്ധിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും പോലും വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും വാടകയ്ക്ക് കൊടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പറുടെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. 2022 പ്രാഥമിക അന്വേഷണത്തിൽ 27 പേരെ കണ്ടെത്തിയിരുന്നു. സർക്കാരിന് നഷ്ടമായ 1,14,00,000 രൂപ പലിശ സഹിതം തിരിച്ചുപിടിക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. അനുവദിച്ച 1200 വീടുകളിൽ 150 എണ്ണത്തോളം അനർഹർ തട്ടിയെടുത്തതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. പ്രശ്നത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വീണ്ടും വിശദീകരണം തേടിയതോടെയാണ് റവന്യൂ റിക്കവറി നടത്താൻ തിരക്കിട്ടുള്ള തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. മണ്ണിടിച്ചിൽ ആശങ്കയിലാണ് ഇടുക്കി ചിന്നാർ പനംകുട്ടി ജല വൈദ്യുതി പദ്ധതി പ്രദേശത്തെ കുടുംബങ്ങൾ. പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഭൂപ്രകൃതിയുടെ പ്രത്യേകത പരിഗണിച്ച് ചില കുടുംബങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. ഇടുക്കി പനംകുട്ടിയിൽ മുതിരപ്പുഴയാറിനോട് ചേർന്നാണ് ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നത്. ചിന്നാർ ഡാമിന്റെ നിർമ്മാണം ആദ്യം പൂർത്തീകരിച്ചു. പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിക്കാനുള്ള നടപടികളും പവർ ഹൌസിന്റെ നിർമ്മാണ ജോലികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചെങ്കുത്തായ പ്രദേശത്താണ് നിർമ്മാണ ജോലികൾ നടക്കുന്നത്. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലിനും പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ഈ കുടുംബങ്ങളുടെ ഭൂമി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്നുമാണ് ആവശ്യം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോർഡിനെ കൊണ്ട് ഈ സ്ഥലം ടേക്ക് ഓവർ ചെയ്യിക്കുക എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ ഈ അതിന് തൊട്ടുമേലെ ഈ പറമ്പിന് തൊട്ടുമേലെയുള്ള ഭാഗത്ത് 2 വർഷമായിട്ട് നിരന്തരം നടത്തുന്ന ബ്ലാസ്റ്റിംഗ്, അത് ഈ മണ്ണിനെ അതേ പാറയുടെ ഇതിൽ നിന്ന് വിടിയിച്ച് നിർത്തുകയും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം ഊർന്നു പോരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ 11 പേരുടെ ജീവിത ഇത് മാറിപ്പോകും. പ്രദേശത്തെ 11 കുടുംബങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തിനും വൈദ്യുതി വകുപ്പിനും പരാതി നൽകിയിരുന്നു. ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും കുടുംബങ്ങൾ സമീപിച്ചു. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് IIT-യിൽ നിന്നുള്ള സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി. അനുകൂല നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി പ്രദേശത്തെ 11ഓളം കുടുംബങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരു മരണം. തോട്ടപ്പള്ളിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി പല്ലന സ്വദേശി സുദേവന്റെ മൃതദേഹം കണ്ടെത്തി. പൊഴിയിലൂടെ കടലിലേക്ക് വള്ളം ഇറക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും വാഹനങ്ങൾ തെന്നിമാറി നിയന്ത്രണം വിട്ട അപകടങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 അപകടങ്ങളാണ് ഉണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചെറിയ മഴയിൽ പോലും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ റോഡിൽ നിന്നും തെന്നിമാറി നിയന്ത്രണം വിട്ട് മറിയുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ 4 അപകടങ്ങളുണ്ടായി. നിലമ്പൂരിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോയ കുടുംബം യാത്ര ചെയ്ത കാർ കാരശ്ശേരി കറുത്തപറമ്പിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ തോട്ടിലേക്ക് മറിഞ്ഞു. മുക്കം നഗരസഭയിലെ മുത്തേരിയിലും തൊട്ടടുത്ത മാങ്ങാപ്പൊയിലും കാറുകൾ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. ഓമശ്ശേരിയിൽ മിനി പിക്കപ്പ് ലോറി കടകളിലേക്ക് പാഞ്ഞുകയറിയായിരുന്നു അപകടം. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നെങ്കിലും ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു ചാറൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളാണ് നടക്കുന്നത്. ഇത് ഈ ഒരാഴ്ചയിൽ തന്നെ കഴിഞ്ഞ 15-ാം തീയതി ഒരു അപകടം നടന്നു. ഇവിടെ കാറ് തെന്നി മാറിയിട്ട് ബ്രേക്കിൽ തെന്നി മാറിയിട്ട് റോഡിലേക്ക് മറിയുകയുണ്ടായത്.
ഇപ്പോൾ ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് ഈ ഒരാഴ്ചയിൽ തന്നെ 5-6 അപകടങ്ങൾ ഈ ഏരിയയിൽ മാത്രം നടന്നിട്ടുണ്ട്. ഇതിന് പേരിൽ നമ്മൾ ഒരുപാട് പരാതികൾ മേലോട്ട് അയച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. കോടികൾ മുടക്കി ഈയിടെ നവീകരിച്ച റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. മെല്ലെ പോയാലും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം അത്രക്കും ഒരു റോഡിന്റെ ഒരു സൈഡ് അത്രക്കും താഴ്ന്ന് കുഴിഞ്ഞ് വീൽ ബേസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ടൂ വീലറിന് തീരെ പോകാൻ പറ്റില്ല. ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴായിട്ട് നിർത്തി നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്താ സംഭവം എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ റോഡ് ആകെ ഒരു കുഴിഞ്ഞ അവസ്ഥയിലാണല്ലോ. ഇവിടെ റോഡിന് ഒരു ചാലായിട്ട് ഒരു സൈഡ് ഇപ്പൊ ഇതായിട്ട് ഒരു വീൽ ബേസ് ആയിട്ട് കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ആക്സിഡന്റ് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ മഴയില്ലാത്ത സമയങ്ങളിലും യാത്ര ദുഷ്കരമാണ്. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്ത് വളരെ ശരിയായിട്ടില്ല. കാരണം ഭയങ്കര ചാലാണ്. ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് പഞ്ചറായ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോവുക, ആക്സിഡന്റ് നല്ലോണം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ റോഡിന്. ഞാൻ സ്ഥിരമായിട്ട് അരീക്കോട് പോകുന്ന ആളാണ്. ഒരു 10-20 വർഷത്തോളമായിട്ട് അരീക്കോട് പോകുന്നതാണ്. ഈ റോഡ് ഇങ്ങനെ വികസിപ്പിച്ചതിന് ശേഷം പല ദിവസങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലും അപകടങ്ങളും ഞാൻ കാണുന്നു. അത് ഈ റോഡിന്റെ പ്രവൃത്തിയിലുള്ള എന്തെങ്കിലും തകരാറാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്നും പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലായത് സംഭവം. പൊതുമരാമത്ത് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് റോഡിന്റെ അപാകത പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി പരിഷ്കരണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. നിലവിലെ പരിഷ്കരണം വിജയകരമാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പദ്ധതി പൂർണ്ണഫലം കണ്ടില്ലെന്നും ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥലം എംഎൽഎയും എംപിയും മേയറും ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് സ്ഥലം പരിശോധിച്ച് ചർച്ചകൾ നടത്തി പദ്ധതി നടപ്പാക്കിയാണ് പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പാലാരിവട്ടം ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് ഉറപ്പാക്കാൻ കഴിയും വിധം മീഡിയനുകൾ സ്ഥാപിച്ചു. കടവന്ത്ര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വലതുവശത്തെ വരികൾ പാലിച്ച് തൃപ്പൂണിത്തറ റോഡിലേക്ക് പോകണം. ഇടപ്പള്ളിയിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ തിരക്കൊഴിവാക്കാൻ തൃപ്പൂണിത്തറയിലേക്ക് പോകുന്നയിടത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടകൾക്ക് മുന്നിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചു. ട്രയൽ റൺ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും എന്നിവരെ കൂടി ഉൾപ്പെടെ ഇവിടെ 1-2 കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ആയതുമായിട്ട് ബന്ധപ്പെട്ട് ചില പോസ്റ്റുകളൊക്കെ മാറ്റേണ്ട സാഹചര്യമുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ റോഡിൽ ചില ഒബ്സ്ട്രക്ഷൻസ് അതൊക്കെ നീക്കം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കൊരു ട്രയൽ റണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. അത്തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം പിന്നെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ ചെയ്യുകയും അതിനൊപ്പം തന്നെ ഈ പറയുന്ന പരിഷ്കാരം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയും ചെയ്യും. എന്നാൽ പരിഷ്കാരം ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പരമാവധി വാഹനങ്ങൾ കടന്നു പോകേണ്ടതിന് പകരം വീതി കുറഞ്ഞ ഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച ഗതാഗത കുരുക്ക് വർദ്ധിപ്പിച്ചെന്നാണ് പരാതി. എന്നാൽ വരും ദിവസങ്ങളിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വൈറ്റില ഡിവിഷൻ കൌൺസിലർ സുനിത ഡിക്സൺ പറഞ്ഞു. എസ്റ്റിമേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ട്രയല് ആണ് ഇപ്പോൾ തൽക്കാലം നടക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ 2 മീറ്റർ വെച്ച് 2 സൈഡും തൃശ്ശൂർ റോഡും വൈറ്റിലേക്കുള്ള ആലുവയിൽ നിന്ന് വരുന്ന റൂട്ട് അവിടെ 2 സ്ഥലത്ത് 2 മീറ്റർ വെച്ച് കട്ട് ചെയ്യാനുള്ള നടപടി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന പോസ്റ്റുകൾ കോർപ്പറേഷൻ മാറ്റിക്കൊടുക്കാമെന്നാണ് അന്ന് ആരാധന മേയർ പറഞ്ഞത്. അതിന് പ്രകാരം ആ പോസ്റ്റുകൾ മാറ്റേണ്ടത് ഏതാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഡ്രൈവർമാരുടെയും കാൽനടയാത്രക്കാരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. മലപ്പുറത്ത് 6-വരിപ്പാതയ്ക്ക് സമീപത്തെ പുത്തനത്താണി ചുങ്കമങ്ങാടിയെ സ്വകാര്യ ബസ്സുകൾ അവഗണിക്കുന്നതായി പരാതി. ചുങ്കം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടുന്നതായാണ് പരാതി. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാടാമ്പുഴ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വെട്ടിച്ചിറ അടിപ്പാതയിലെ യു ടേൺ, ടോൾ പ്ലാസ എന്നിവ വഴി 6-വരിപ്പാതയിലൂടെ കടന്നു പോകുന്നതിനാൽ പ്രദേശത്തുകാർ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. ചുങ്കം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടുന്നതായാണ് പരാതി. വെട്ടിച്ചിറയിൽ നിന്ന് പുത്തനത്താണിയിലേക്കുള്ള സർവീസ് റോഡിൽ 2 യു ടേൺ ഉണ്ട്.
യു ടേൺ ഒഴിവാക്കി സർവീസ് റോഡ് നേർവഴിയാക്കി മാറ്റണമെന്ന് നാട്ടുകാർ നേരത്തെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. അതേസമയം സർവീസ് റോഡിലെ 2 യു ടേണുകൾ വഴി ബസ്സുകൾ കടന്നു പോകുമ്പോൾ ഏറെ സമയം എടുക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി. ഈ നാട്ടിലെ കുട്ടികളെ, സ്ത്രീകളെ, ഇവര് മാസങ്ങളായിട്ട് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എല്ലാ വാഹനങ്ങളും ചുങ്കം വഴി തന്നെ പോകണമെന്നാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ദുരിതം നേരിടുന്നത്. ചുങ്കം വഴി സർവീസ് നടത്താത്ത ബസ്സിലെ ജീവനക്കാരെ നാട്ടുകാർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നടപടിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7600 രൂപ, പവന് 60,800 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും.